വെൽക്കം ടു മൂവി ബ്രാൻഡ്. പ്രേക്ഷകർക്കേറെ സുപരിചിതനായ കൊല്ലം സുധിയുടെ മരണശേഷമാണ് ഭാര്യ രേണു സുധി സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത്. റീലുകൾ ചെയ്തിരുന്ന രേണു ഇപ്പോൾ മോഡലിംഗും ചെയ്യുന്നുണ്ട്. അഭിനയത്തിലേക്കും ചുവട് വെച്ചിട്ടുണ്ട് രേണു. എന്നാൽ രേണു റീൽസും മോഡലിംഗും ചെയ്തു തുടങ്ങിയതിന് പിന്നാലെ തന്നെ രേണുവിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. സുധിയുടെ മരണശേഷം രേണു എന്താണ് ചെയ്തു കൂട്ടുന്നത് എന്നാണ് ചിലർ ചോദിക്കുന്നത്. നിരവധി താരങ്ങളും ആരാധകരും ഇവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്ത് വന്നിരുന്നു. അതിൽ രേണുവിനെതിരെ ഏറെ വിമർശനം ഉന്നയിച്ചവരിൽ ഒരാളായിരുന്നു മുൻപ് ബിഗ് ബോസ് താരം കൂടിയായ ദയ അച്ചു. എന്നാൽ ഇപ്പോഴിതാ താൻ ഇനി ഒരിക്കലും രേണുവിനെ വിമർശിക്കില്ലെന്ന് പറയുകയാണ് ദയ അച്ചു. രേണുവിന്റെ രോഗാവസ്ഥയെക്കുറിച്ച് സുധി തുറന്നു പറയുന്ന ഒരു പഴയ വീഡിയോയാണ് വൈറലാകുന്നത്. പ്രസവശേഷം രേണുവിന് വിഷാദ രോഗം പിടിപെട്ടു എന്നാണ് സുധി പറയുന്നത്. ഒരു സമയത്ത് കടുത്ത വിഷാദ രോഗം അനുഭവിച്ചിരുന്നയാളാണ് രേണുവെന്നത് പലർക്കും അറിയില്ല. ദയ അച്ചുവാണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ഈ കാര്യം ഞാൻ തന്നെ ഇപ്പോഴാണ് അറിയുന്നത്. ഈ വീഡിയോയിൽ കൊല്ലം സുധി ചേട്ടൻ തന്നെ രേണുവിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളാണ്. ഡിപ്രഷനിലൂടെ കടന്നു പോവുകയും അതിനുള്ള മരുന്ന് കഴിക്കുകയും ചെയ്യുന്ന ആളാണ് രേണുവെന്ന് അറിഞ്ഞില്ല. ഇനി ഒരിക്കലും രേണുവിന്റെ വീഡിയോയ്ക്ക് ഞാൻ അഭിപ്രായം പറയില്ലെന്ന് കുറിച്ചാണ് വീഡിയോ ദയ പങ്കുവച്ചത്. ഞാൻ ഇതുവരെ പറയാത്ത കാര്യമാണ്, പക്ഷേ പറഞ്ഞേ പറ്റൂ. ഇപ്പോൾ വൈഫിന് മെന്റലി ഡിപ്രഷൻ ഉണ്ട്. അത് രണ്ടാമത്തെ കുഞ്ഞിന്റെ പ്രസവത്തിന് ശേഷം വന്നതാണ്. അതുകൊണ്ട് തന്നെ ഓവറായിട്ടുള്ള ടെൻഷൻ പുള്ളിക്കാരിക്ക് പറ്റില്ല. അതിന്റെ മരുന്നുകളും ഡീറ്റെയിൽസും എല്ലാം എന്റെ കയ്യിലുണ്ട്. അതുപോലെ പപ്പയ്ക്കും അസുഖങ്ങളുണ്ട്. വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ നമ്മൾക്ക് ഒരുപാട് മാനസിക സംഘർഷങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എല്ലാം ഉണ്ടായിട്ടുണ്ട്. എല്ലാം ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഇതിനെല്ലാം ഇടയിലാണ് ജനങ്ങളെ ചിരിപ്പിക്കാനായി സ്കിറ്റുകളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. എന്നെ കുറ്റം പറയാതിരിക്കുക, സപ്പോർട്ട് ചെയ്യുക എന്നാണ് സുധി പറഞ്ഞത്. കോമഡി ഷോ, റിയാലിറ്റി ഷോകളിലൂടെയാണ് സുധി കടന്നു വരുന്നത്. ശേഷം ഠമാർ പടാർ ഷോകളുടെ ഭാഗമായി അതിനുശേഷമാണ് സുധി ജനപ്രിയനായതും സ്റ്റേജ് ഷോകൾ നിരവധി ലഭിച്ചു തുടങ്ങിയതും. അത്തരത്തിൽ ഒരു ഷോ കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടെയാണ് സുധി സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുന്നതും നടൻ മരിക്കുന്നതും. നടന്റെ ആദ്യ വിവാഹത്തിലുള്ള മകൻ സുധിയുടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഒപ്പമാണ് താമസം. രേണുവും ഇളയ മകനുമാണ് കോട്ടയത്ത് താമസിക്കുന്നത്. അച്ഛൻ നിരവധി അസുഖങ്ങൾ ഉണ്ടെന്നും അതുകൊണ്ട് വരുമാന സ്രോതസ് താൻ മാത്രമാണെന്നും രേണു പറഞ്ഞിട്ടുണ്ട്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് രേണു പറഞ്ഞത് നുണയാണെന്നും രേണുവിന്റേത് രണ്ടാം വിവാഹമാണെന്ന തരത്തിലും പ്രചാരണം നടന്നിരുന്നു. എന്റെ ജീവിതത്തിലും പഴയ കാര്യങ്ങളുണ്ട്, സുധിച്ചേട്ടന്റെ ലൈഫിലും പഴയ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞങ്ങൾ വിവാഹം കഴിക്കുന്ന സമയത്ത് രണ്ടുപേർക്കും അറിയാം. ഇത്രയും നാൾ വരെ ആർക്കും ഒരു വിഷയവും ഇല്ലായിരുന്നു. ഇപ്പോഴായിരുന്നു ഓരോന്നൊക്കെ കുത്തിപ്പൊക്കുന്നത്. എന്നോട് ഇതൊന്നും ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല. എന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ സുധിച്ചേട്ടനോടും കുടുംബത്തോടും മാത്രമല്ല മൂത്ത മകൻ അറിവായ കാര്യത്തിൽ അവനോടും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് ഞങ്ങൾ തമ്മിലുള്ള കല്യാണം കഴിഞ്ഞത്. ഞാൻ പാസ്റ്ററെ കിട്ടിയാലും കെട്ടിയില്ലെങ്കിലും ഇവറ്റകൾക്ക് എന്താണ്? ഞാൻ ഒന്നും മറച്ചു വെച്ചിട്ടില്ല. ഇതേക്കുറിച്ച് ഒരു മനുഷ്യനും ഇതുവരെ എന്നോട് ചോദിച്ചിട്ടുമില്ല. ഇപ്പോൾ ഈ അഭിമുഖത്തിലാണ് ഇത്തരമൊരു ചോദ്യം ഉയരുന്നത്. ഏതാണ്ട് എന്തോ വലിയ സംഭവം കണ്ടുപിടിച്ചതുപോലെയാണ് ഇപ്പോഴത്തെ ആരോപണം. ആരാണ് ഈ കമന്റ് ഇടുന്നത് എന്നതൊക്കെ വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. ഞാൻ ഇവരൊക്കെ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ സെലിബ്രിറ്റി ആകുമോ എന്നൊക്കെ ഓർത്തിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അല്ലാതെ ഇവരെ കൊണ്ടൊന്നും 5 പൈസയുടെ ഉപകാരമില്ല. പഴയ കാര്യങ്ങളൊക്കെ ഇവിടം കൊണ്ട് നിർത്താമെന്നാണ് എന്നെ വിവാഹം കഴിക്കുമ്പോൾ സുധിച്ചേട്ടൻ പറഞ്ഞത്. വിവാഹം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് താലികെട്ടും രജിസ്ട്രേഷനുമാണ്. ഞാൻ സുധിച്ചേട്ടനോട് ഒന്നും മറച്ചു വെച്ചിട്ടില്ല. സുധിച്ചേട്ടൻ മരിച്ചു പോയത് കൊണ്ട് ഞാൻ കളവ് പറയുകയാണെന്നാണെങ്കിൽ നിങ്ങൾക്ക് കിച്ചുവിനോട് ചോദിക്കാം. എന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ഇവർക്കറിയാം. പറയാൻ പറ്റാത്ത അത്രയും മോശം സാഹചര്യത്തിൽ ഞാൻ ജീവിച്ച ഒരു ജീവിതം ഉണ്ടായിരുന്നു എന്ന് വെച്ച് അത് വിവാഹം കഴിഞ്ഞ് ദാമ്പത്യത്തിലേക്ക് പോയി എന്നല്ല. കമന്റ് ഇടുന്നവർക്ക് ഇത് മാത്രമാണ് എന്റെ മറുപടി. അറിയേണ്ടവരെയൊക്കെ ഇതിനോടകം തന്നെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. സുധിച്ചേട്ടൻ തന്നെ പറഞ്ഞതുപോലെ പാസ്റ്റ് ഈസ് പാസ്റ്റ്. അത് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ നിന്റെ ഭർത്താവാണ്, നീ എന്റെ ഭാര്യ. അത് മാത്രം പുറത്തു പറഞ്ഞാൽ മതിയെന്നാണ് സുധിച്ചേട്ടൻ പറഞ്ഞതെന്നും രേണു സുധി പറയുന്നു. ഒരു പാസ്റ്ററെയും ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. പക്ഷെ എനിക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ തള്ളിക്കളയുന്നില്ല. ഇവർ ഈ പറയുന്ന വ്യക്തി പാസ്റ്റർ ആണോ എന്നൊന്നും എനിക്കറിയില്ല. അയാൾ കല്യാണവും കഴിഞ്ഞ് 2 മക്കളുമായി കുടുംബത്തോടെ ജീവിക്കുന്നു എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ഇതേക്കുറിച്ചൊന്നും എനിക്ക് ഇതുവരെ പറയേണ്ടി വന്നിട്ടില്ല എന്നുമായിരുന്നു രേണു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. അതുപോലെ സുധിയുടേത് 3ാം വിവാഹമായിരുന്നു എന്നും അടുത്തിടെ പ്രചരിച്ചിരുന്നു. രണ്ടാം ഭാര്യയാണെന്ന് അവകാശപ്പെട്ട ഒരു സ്ത്രീ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. രേണുവുമായുള്ള സുധിയുടെ ബന്ധം ആരംഭിച്ച ശേഷമാണ് താൻ ബന്ധം ഉപേക്ഷിച്ച് വിവാഹമോചിതയായത് എന്നായിരുന്നു സ്ത്രീയുടെ വെളിപ്പെടുത്തൽ. എന്നാൽ താൻ മാത്രമാണ് സുധിയുടെ ഭാര്യ എന്ന വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് രേണു. തന്റെയും കൊല്ലം സുധിയുടെയും വിവാഹ ബന്ധം തകരാൻ കാരണം രേണുവാണെന്നും ഇവർ ആരോപിക്കുന്നു. രേണുവിന്റെ മെസ്സേജുകൾ ഫോണിൽ കാണാൻ ഇടയായി. സുധിച്ചേട്ടൻ മദ്യത്തിന് അടിമയായിരുന്നു. താനുമായി സുധിച്ചേട്ടൻ കല്യാണം കഴിച്ചതാണെന്ന് അറിയാമായിരുന്നു. വൾഗറായ മെസ്സേജുകൾ കണ്ടപ്പോഴാണ് ഞങ്ങൾ പിരിയുന്നത്. തന്റെ വീട്ടിൽ നിന്നും കൊല്ലം സുധിയെ ഇറക്കി വിടുകയായിരുന്നു എന്നും ഇവർ പറയുന്നു. ആദ്യ ഭാര്യ മകനെ കയ്യിൽ തന്നു പോയപ്പോൾ ദൈവമായി കൊണ്ടുതന്ന സമ്മാനമാണ് 2ാം ഭാര്യ രേണു. അവളുടെ മൂത്ത മകനായിട്ടാണ് രാഹുലിനെ കാണുന്നത്. അല്ലാതെ വേറൊരാളുടെ മകനാണ് അവരെന്ന് പറയുന്നത് അവൾക്ക്
തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. കിച്ചുവിനെ സ്വന്തം മകനായിട്ടാണ് കാണുന്നത്. അവൻ രേണുവിനെ അമ്മ എന്നാണ് വിളിച്ചത് എന്നും തങ്ങളിപ്പോൾ അത്രയും സന്തോഷമുള്ള കുടുംബമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുമാണ് സുധി പല പരിപാടികളിലും സംസാരിക്കവേ പറഞ്ഞിരുന്നത്. അടുത്തിടെ റീലുകളിൽ സജീവമായ ശേഷം നിരവധി സിനിമാ അവസരങ്ങൾ തനിക്ക് ലഭിക്കുന്നുണ്ടെന്ന് രേണു പറഞ്ഞിരുന്നു. ഒറ്റയ്ക്കാണ് ഞാൻ എല്ലാം തീരുമാനിക്കുന്നത്, വേറെ ആരും തീരുമാനമെടുക്കാനില്ല. എന്റെ തീരുമാനങ്ങൾ ഞാൻ മൂത്ത മകനെ അറിയിക്കും. വർക്ക് വരുമ്പോൾ അവനോട് പറയും. അവൻ ഓക്കെ പറയും. ഞാൻ ചെയ്ത വേഷങ്ങളുടെ കഥയൊക്കെ ചോദിക്കും. അവനൊന്നും പബ്ലിക്കായി വന്ന് പറയുന്നില്ലെന്ന് മാത്രം. സുധിചേട്ടന്റെ വീട്ടുകാരോടും എന്റെ വീട്ടുകാരോടും പറയാറുണ്ട്. അവർ എല്ലാത്തിനും സപ്പോർട്ടാണ്. അവർ ഒന്നിലും പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം ഞാൻ സമൂഹത്തിലേക്ക് ഇറങ്ങി മോഷ്ടിക്കുകയോ കൊല്ലുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അഭിനയിക്കുന്നത് ഒരു വലിയ പ്രശ്നമാണെന്ന് അവർക്കും എനിക്കും തോന്നിയിട്ടില്ല. അവന് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും അതിലില്ല. ഇളയ മകനെയും ഞാൻ റീൽ വീഡിയോ കാണിച്ചിരുന്നു. അമ്മയെ പോലെ ഉണ്ടല്ലോ എന്നാണ് അവൻ പറഞ്ഞത്. കിച്ചു ഇത് കണ്ടാൽ എന്ത് ചെയ്യും എന്നൊക്കെ കമന്റ് കണ്ടു. അവൻ എന്ത് ചെയ്യാനാണ്? അവനൊരു കുഴപ്പവുമില്ല. കിച്ചു എന്നും എന്നെ വിളിച്ച് സംസാരിക്കും. അവൻ ഈ ലോകത്ത് ജീവനോടെ ഇരിക്കുന്ന ഒരു അമ്മയേ ഉള്ളൂ, അത് ഞാനാണ്. അവനറിയാം ഞാൻ ആരാണെന്ന്, എനിക്കറിയാം അവൻ ആരാണെന്നും. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ആർക്കും തകർക്കാൻ പറ്റില്ല. ഞങ്ങൾ അമ്മയും മകനും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ പരിചയമില്ലാത്തവർ ഇടുന്ന കമന്റ് ഞങ്ങളെ ബാധിക്കില്ല. മക്കൾ വീഡിയോ കണ്ടാൽ എന്ത് ചെയ്യാനാണ്? അവര് കാണും, നല്ലതാണേൽ നല്ലതാണെന്ന് പറയും. കോൺട്രവേഴ്സി അവൻ മൈൻഡ് പോലും ചെയ്യാറില്ലെന്നും രേണു പറഞ്ഞു. ഇനിയൊരു വിവാഹം തനിക്ക് ഉണ്ടാവില്ലെന്ന തീരുമാനം മാറിയിട്ടില്ലെന്നും രേണു കൂട്ടിച്ചേർത്തു. ഇനിയൊരു വിവാഹം കഴിക്കില്ലെന്ന തീരുമാനത്തിൽ തന്നെയാണ് ഞാൻ. അത് ഇതുവരെ മാറ്റിയിട്ടില്ലല്ലോ. മറ്റൊരു വിവാഹം കഴിച്ചാൽ കൊല്ലം സുധി എന്ന പേര് എന്നേക്കുമായി പോകും. അദ്ദേഹം എന്നും എന്റെ മനസ്സിലുണ്ട്. അത് പോകാൻ എനിക്ക് താല്പര്യമില്ല. സുധിച്ചേട്ടന്റെ വൈഫ് അതാണ് ഞാൻ. എന്നെ നിന്ന് ഒരുപാട് ദൂരെയാകും സുധിച്ചേട്ടന്റെ പേര്. അദ്ദേഹം ഇപ്പോഴില്ല. പേരും ഓർമ്മകളും മാത്രമാണുള്ളത്. അത് കളയാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ലെന്നും രേണു പറയുന്നു. ഇനിയൊരു വിവാഹം തനിക്ക് ഉണ്ടാവില്ലെന്ന തീരുമാനം മാറിയിട്ടില്ലെന്നും രേണു കൂട്ടിച്ചേർത്തു. ഇനിയൊരു വിവാഹം കഴിക്കില്ലെന്ന തീരുമാനത്തിൽ തന്നെയാണ് ഞാൻ. അത് ഇതുവരെ മാറ്റിയിട്ടില്ലല്ലോ. മറ്റൊരു വിവാഹം കഴിച്ചാൽ കൊല്ലം സുധി എന്ന പേര് എന്നേക്കുമായി പോകും. അദ്ദേഹം എന്നും എന്റെ മനസ്സിലുണ്ടാകും. അത് പോകാൻ എനിക്ക് താല്പര്യമില്ലെന്നും സുധിചേട്ടന്റെ വൈഫ് അതാണ് ഞാൻ. എന്നെ നിന്ന് ഒരുപാട് ദൂരെയാകും സുധിചേട്ടന്റെ പേര്. അദ്ദേഹം ഇപ്പോഴില്ല. പേരും ഓർമ്മകളും മാത്രമാണുള്ളതെന്നും രേണു കൂട്ടിച്ചേർത്തു.